സ്നേഹമുള്ളവരെ, നമ്മൾ ഒരുമിച്ചുള്ള തീർത്ഥാടനം നമുക്ക് തുടരാം. ഇന്ന് പോർച്ചുഗലിലെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഫാത്തിമയിലാണ് നമ്മളായിരിക്കുക. നമുക്ക് വിശുദ്ധരുടെ വീടുകൾ സന്ദർശിക്കണം. അതുപോലെ തന്നെ ഫാത്തിമയ്ക്ക് ഒത്തിരി കഥകൾ പറയാനുണ്ട് കേട്ടോ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1981 മെയ് 13 വെടിയേറ്റ് വീണപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ താങ്ങി നിർത്തുന്നതായിട്ട് കാണുകയും അനുഭവപ്പെടുകയൊക്കെ ചെയ്തു. നന്ദിസൂചകമായി ഇവിടെ വന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റ ആ ഒരു ബുള്ളറ്റ് പരിശുദ്ധ അമ്മയുടെ കിരീടത്തിൽ ഇവിടെ നമുക്ക് കാണാം. സ്നേഹമുള്ളവരെ, നമ്മളിതാ പോർച്ചുഗലിലെ ഫാത്തിമയിലേക്ക് എത്തിയിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ 3 ഇടയ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട ആ ഫാത്തിമയിലേക്ക്. ആ ദേവാലയത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ കാണുന്ന പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് നമ്മളിതാ അവിടെ കാണുന്ന ഒരു ചാപ്പല്, ചെറിയൊരു ചാപ്പല്. അവിടെയാണ് പരിശുദ്ധ അമ്മ ഈ ഇടയ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. 1917 പരിശുദ്ധ അമ്മ ആദ്യമായിട്ട് മെയ് 13 വിശുദ്ധ ഫ്രാൻസിസ് മാർത്തോയ്ക്കും വിശുദ്ധ ജെസിന്ത മാർത്തോയ്ക്കും അതുപോലെ തന്നെ സിസ്റ്റർ ലൂസിയയ്ക്കും പ്രത്യക്ഷപ്പെടുന്നത്. അവർ ആടുകളെ മേയ്ക്കുവാനായിട്ട് ഈ ഒരു പ്രദേശത്തേക്ക് വന്നതായിരുന്നു. അപ്പോഴാണ് പരിശുദ്ധ അമ്മ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് 6 പ്രാവശ്യം പരിശുദ്ധ അമ്മ അവർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് 1917 ഒക്ടോബർ 13 അവസാനമായിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ 100,000-ഓളം ആളുകൾ ഇവിടെ തടിച്ചുകൂടി ആ ഒരു പ്രത്യക്ഷീകരണം കാണുവാനായിട്ട്. അന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രകൃതി തന്നെ അതിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. അന്ന് സൂര്യൻ അതിൻ്റെതായ രീതിയിൽ പല പ്രതിഭാസങ്ങളിലേക്ക് മാറുന്നതൊക്കെ ഈ 100,000-ഓളം പേര് കാണുകയുണ്ടായി. ആ ഒരു വലിയൊരു പ്രത്യക്ഷീകരണത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചുകൊണ്ട് 2017 ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ 2 പേരെയും വിശുദ്ധരായിട്ട്, അതായത് ഫ്രാൻസിസ് മാർത്തോയെയും ജെസിന്ത മാർത്തോയെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. സിസ്റ്റർ ലൂസിയ കാർമലിത്ത മഠത്തിൽ പ്രവേശിക്കുകയും ഒരു കാർമലിത്ത സന്യാസിയായിട്ട് ജീവിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. അതിനുശേഷം 2005 സിസ്റ്റർ ലൂസിയ മരണമടയുന്നത്. നമുക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പ്രത്യേക സ്ഥലത്ത് പ്രത്യേകമായിട്ട് അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ വിശുദ്ധരുടെ, വിശുദ്ധ ഫ്രാൻസിസിൻ്റെയും വിശുദ്ധ ജെസിന്തയുടെയും പ്രത്യേക മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മളിതാ വിശുദ്ധ ഫ്രാൻസിസ് മാർത്തോയുടെയും വിശുദ്ധ ജെസിന്ത മാർത്തോയുടെയും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മനോഹരമായ ഒരു സ്റ്റാച്ചു നമുക്ക് കാണാവുന്നതാണ്. പുറകിൽ ഒരു റൗണ്ട് അബൌട്ടിൽ ഫാത്തിമയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയൊരു സ്റ്റാച്ചുവും കാണാവുന്നതാണ്. നല്ല മഴയാണിന്ന്. ഈ മഴയത്ത് നമ്മുടെ തീർത്ഥയാത്ര തുടരുകയാണ്. പരിശുദ്ധ അമ്മ ദിവ്യദർശനം നൽകിയ ആ ഇടയ കുട്ടികൾ 3 പേരുടെ ഒരു വലിയ സ്റ്റാച്ചു ആണ്. അവർ മലമുകളിലേക്ക് ആടുകളെ മേയ്ക്കാൻ പോകുന്നതിൻ്റെ ഒരു സ്റ്റാച്ചു ആണ് നമ്മളിവിടെ കാണുക. ഫാത്തിമയിലെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് അവിടെ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ നടക്കാനേ ഉള്ളൂ വിശുദ്ധരുടെ വീടുകളിലേക്ക്. നമ്മൾ നടന്നു നീങ്ങുന്ന ഈ ഒരു പ്രദേശം, പോർച്ചുഗലിൻ്റെ ഈ ഒരു പ്രദേശം നമ്മുടെ ഒരു നാട്ടിൻ പ്രദേശം പോലെയുള്ള ഒരു പ്രദേശമാണ് കേട്ടോ. ഇവിടെ നമുക്ക് മുരിക്ക് കാണാം, സിൽവർ ഓക്ക് മരങ്ങൾ കാണാം. ഏകദേശം നമ്മുടെ നാടിൻ്റെ ഒരു പ്രതീതി. അതുപോലെ തന്നെ കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയ മതിൽ, കയ്യാലകൾ ഒക്കെ ആയിട്ട് കാണാം. അങ്ങനെ ഒരു നാട്ടിൻ പ്രദേശത്തിലൂടെയാണ് നമ്മൾ നടന്നു നീങ്ങുന്നത്. നമ്മളിതാ വിശുദ്ധ ഫ്രാൻസിസ് മാർത്തോയുടെയും വിശുദ്ധ ജെസിന്ത മാർത്തോയുടെയും വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് വീടിൻ്റെ ഒരു ഭാഗമാണ്. ഈ വീട്ടിൻ്റെ ഭാഗത്തെടുത്ത ഒരു ഫോട്ടോയാണ് നമ്മളിവിടെ കാണുക. അത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട 3 പേര്, വിശുദ്ധ ഫ്രാൻസിസ് മാർത്തോ, വിശുദ്ധ ജെസിന്ത മാർത്തോ, സിസ്റ്റർ ലൂസിയ, ഇവരെയാണ് ഈ പിക്ചറിൽ നമ്മൾ കാണുക. നമുക്ക് വിശുദ്ധ ഫ്രാൻസിസ് മാർത്തോയുടെയും വിശുദ്ധ ജെസിന്ത മാർത്തോയുടെയും വീട്ടിലേക്ക് പ്രവേശിക്കാം. ഈ വീടിൻ്റെ ഉൾഭാഗമൊക്കെ നമുക്ക് കാണാം. അവർ താമസിച്ചിരുന്ന റൂമുകളൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് കാണുകയും ചെയ്യാം. ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട ഡാനിയൽ അച്ഛനാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ മറ്റ് 8 കപ്പച്ചൻ അച്ഛന്മാരും നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വിശുദ്ധരുടെ ഈ ചെറിയ വീട്ടിലേക്ക് കിടക്കാം. ഇതാണ് വിശുദ്ധ ഫ്രാൻസിസ് മാർത്തോയുടെ റൂം. 1908 ജൂൺ 11 ഫ്രാൻസിസ് മാർത്തോ ജനിക്കുന്നത്. തൻ്റെ ഇളയ സഹോദരി ജെസിന്ത മാർത്ത 1910 അതായത് ഫ്രാൻസിസ് മാർത്തോ ജനിച്ച് 2 വർഷം കഴിയുമ്പോൾ മാർച്ച് 11 ജനിക്കുന്നത്. നിരക്ഷിതരാണെങ്കിലും ഉത്തമ കത്തോലിക്ക വിശ്വാസത്തിൽ അവർ വളർന്നു വന്നു. ഫ്രാൻസിസ് വളരെ പ്രശാന്തനും ധ്യാനനിരതനുമായിരുന്നു എന്നാണ് പറയപ്പെടുക. ജെസിന്ത ആകട്ടെ വാത്സല്യനിധിയും തരള സ്വഭാവക്കാരിയുമായിരുന്നു. വിശുദ്ധരുടെ ഈ പുണ്യഭവനത്തിന് തൊട്ടടുത്ത് തന്നെ കാണുന്ന വീടാണ് വിശുദ്ധരുടെ അപ്പൻ്റെ ചേട്ടൻ്റെ വീട്.
അതൊരു മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയാണ്. പഴയ ഫോട്ടോകളും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ രേഖകളൊക്കെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഈ മനോഹരമായ പ്രദേശത്ത് കൂടി ഒരല്പം കൂടി നടക്കുമ്പോൾ സിസ്റ്റർ ലൂസിയുടെ വീട്ടിലേക്ക് എത്തുക. ഇത് നമ്മൾ സിസ്റ്റർ ലൂസിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കഫാദ ഇർമ ലൂച്ചിയ. നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ചുറ്റുപാടൊന്ന് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെയുള്ള വീടുകളൊക്കെ വളരെ സിമ്പിളായിട്ട്, വളരെ ചെറിയ വീടുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ആയിരത്തി 1907 ഈ ഭവനത്തിലാണ് സിസ്റ്റർ ലൂസിയ ജനിക്കുന്നത്. ഈ ഭവനത്തിൽ 13 വർഷം ജീവിച്ചതിന് ശേഷം തനിക്ക് 14 വയസ്സായപ്പോൾ കർമ്മലീത്ത മഠത്തിൽ ചേരുകയും പരിശുദ്ധ അമ്മയുടെ ദിവ്യദർശനങ്ങൾക്ക് സാക്ഷിയായിട്ട് ജീവിക്കുകയും ചെയ്തു. നമുക്കറിയാം മറ്റ് 2 പേര് നേരത്തെ മരിച്ചുപോയി. വിശുദ്ധ ഫ്രാൻസിസ് മാർത്തോയും വിശുദ്ധ ജെഫിന്ത മാർത്തോയും നേരത്തെ മരണപ്പെട്ടെങ്കിലും സിസ്റ്റർ ലൂസിയ ദിവ്യദർശനങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് 2005 വരെ ജീവിക്കുകയും 2005 വിശുദ്ധ ലൂസിയ മരണം അടയുന്നത്. വിശുദ്ധ ലൂസിയയുടെ വീടും നമുക്ക് കാണാം. വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു വീടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നമ്മൾ വിശുദ്ധരുടെ വീടുകളൊക്കെ സന്ദർശിച്ച് തിരിച്ച് നടന്ന് ഇതാ ഫാത്തിമയിലെ പരിശുദ്ധ അമ്മ ദിവ്യദർശനം നൽകിയ ആ സ്ഥലത്തേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടേക്ക് നിന്ന് വിശുദ്ധമായിട്ട് കാണാം. കയറി വരുമ്പോൾ കാണുന്ന ഹോളി ട്രിനിറ്റി ദേവാലയം മുതൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ഒരു ചാപ്പൽ വരെയുള്ള ഒരു വലിയ ദൂരം മുട്ടുകുത്തി ജപമാല ചൊല്ലി നടന്നു നീങ്ങുന്ന ഒരു നേർച്ചയാണ് ഇവിടെയുള്ളത്. അങ്ങനെ ഒത്തിരി പേര് മുട്ടുകുത്തി നടന്ന് നീങ്ങുന്നതായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് തിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു സ്ഥലം പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു സ്ഥലവും നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ഒരു ചാപ്പല്. ഈ ഒരു സ്ഥലത്താണ് പരിശുദ്ധ അമ്മ കുട്ടികൾക്ക് ദിവ്യ ദർശനം നൽകിയത്. നമുക്ക് ഈ വിശുദ്ധമായ പ്രദേശം നമുക്ക് കണ്ട് ആസ്വദിക്കാം, അനുഭവിക്കാം. നമ്മൾ ദേവാലയത്തിൻ്റെ മുൻപിലേക്ക് നമുക്ക് നടന്ന് നീങ്ങാം. ദേവാലയത്തിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാവുന്ന വലിയൊരു പ്രദേശം. അങ്ങേയറ്റത്ത് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയുടെ സ്റ്റാച്ചു ഇരിക്കുന്നിടത്താണ് ആ കുരിശ്. തൊട്ടു പുറകിൽ കാണുന്ന ഹോളി ട്രിനിറ്റി ദേവാലയം ഏകദേശം 1000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ദേവാലയമാണ്. എന്നാലും മാർപ്പാപ്പമാരൊക്കെ വരുമ്പോൾ ഇവിടെയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുക, പള്ളിയുടെ തൊട്ട് മുന്നിൽ. അപ്പോൾ ആൾക്കാർക്ക് ഇരിക്കുവാനുള്ള ഒരു വലിയ പ്രദേശമായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിനി കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. വളരെ വിശുദ്ധമായ ശാന്തമായ ഒരു ദേവാലയമാണ് ഈ ഒരു കത്തീഡ്രൽ ദേവാലയം. ഇവിടെയാണ് വിശുദ്ധരെ സംസ്കരിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ഇവിടെയുള്ള പരിശുദ്ധ അമ്മയുടെ രൂപത്തിൻ്റെ ആ ഒരു ക്രൗണിൽ, ആ ഒരു കിരീടത്തിലാണ് 1981 മെയ് 13 വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ മുഹമ്മദ് അലി അക്കയുടെ വെടിയേറ്റ് വീണപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ താങ്ങി പിടിച്ചു നിർത്തുന്നതായിട്ട് ജോൺ പോൾ മാർപ്പാപ്പ അനുഭവിച്ചു. അതിൻ്റെ നന്ദി സൂചകമായിട്ട് 1982 മെയ് 13 ഇവിടെ വന്ന് ബലിയർപ്പിക്കുകയും ചെയ്തു. ഈ ഒരു പരിശുദ്ധ അമ്മയുടെ കിരീടത്തിലാണ് ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റ ആ ഒരു ബുള്ളറ്റ് സൂക്ഷിച്ചു വച്ചിരിക്കുക. നമുക്ക് വിശുദ്ധരുടെ കബറിടങ്ങളിലേക്ക് നീങ്ങാം. ദേവാലയത്തിൻ്റെ വലതുവശത്താണ് വിശുദ്ധ ഫ്രാൻസിസ് മാർത്തോയെ സംസ്കരിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് വിശുദ്ധ ഫ്രാൻസിസ് മാർത്തോയുടെ ഒരു ബ്രോൺസ് കൊണ്ടുള്ള ഒരു രൂപം നമുക്ക് കാണാം. ഒരാടിനെയും പിടിച്ചുകൊണ്ടുള്ള ഒരു രൂപം നമുക്ക് കാണാം. അതിന് തൊട്ട് താഴെയുള്ള കല്ലറയിലാണ് വിശുദ്ധ ഫ്രാൻസിസ് മാർത്തോയെ സംസ്കരിച്ചിരിക്കുന്നത്. നമുക്ക് വിശുദ്ധ ഫ്രാൻസിസ് മാർത്തോയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഒക്കെ. ഇനി നമുക്ക് ദേവാലയത്തിൻ്റെ ഇടതുവശത്തേക്ക് നീങ്ങാം. അവിടെയാണ് വിശുദ്ധ ജെഫിന്ത മാർത്തയെയും വിശുദ്ധ ലൂസിയെയും സംസ്കരിച്ചിരിക്കുക. 1930 സഭ ഔദ്യോഗികമായ എല്ലാ പഠനങ്ങളും നടത്തിയതിന് ശേഷം പരിശുദ്ധ അമ്മയുടെ ഇവർക്ക് ഈ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ള അനൗൺസ്മെൻറ്റ് നടത്തുക. 1935 വിശുദ്ധ ജെഫിന്ത മാർത്തയെയും വിശുദ്ധ ഫ്രാൻസിസ് മാർത്തോയെയും ഒക്കെ ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ സംസ്കരിക്കുകയും ചെയ്യുക. നമ്മളത് ആ വിശുദ്ധ ജെഫിന്ത മാർത്തയുടെ കബറിടത്തിലേക്ക് നീങ്ങുകയാണ്.
ഇവിടെ നമുക്ക് വിശുദ്ധ ജെഫിന്ത മാർത്ത ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സ്റ്റാച്ചു, ഒരു ബ്രൗൺ സ്റ്റാച്ചു നമുക്ക് കാണാം. അതിന് തൊട്ട് താഴെയായിട്ടാണ് വിശുദ്ധ ജെഫിന്ത മാർത്തയെ സംസ്കരിച്ചിരിക്കുന്നത്. നമുക്ക് വിശുദ്ധ ജെഫിന്ത മാർത്തയുടെയും പ്രത്യേക മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ, നിയോഗങ്ങളെല്ലാം വിശുദ്ധ ജെഫിന്ത മാർത്തയുടെ മാധ്യസ്ഥം വഴി നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. വിശുദ്ധ ജെഫിന്ത മാർത്തയുടെ കബറിടത്തിന് തൊട്ടടുത്തായിട്ട് സിസ്റ്റർ ലൂസിയയുടെ കബറിടം നമുക്ക് കാണാവുന്നതാണ്. സിസ്റ്റർ ലൂസിയ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയുടെ ദർശനങ്ങൾക്ക് സാക്ഷിയായിട്ട് 97 വർഷം ജീവിച്ച് 97ാമത്തെ വയസ്സിലാണ് സിസ്റ്റർ ലൂസിയ മരണമടയുന്നത്. സിസ്റ്റർ ലൂസിയയുടെ കാനനൈസേഷൻ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് വിശുദ്ധിയുടെയും മാധ്യസ്ഥം പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം. ഇനി ഫാത്തിമയിൽ നമ്മൾ കാണേണ്ട വലിയൊരു കാര്യമാണ് ഇവിടുത്തെ വലിയ മ്യൂസിയം. അത് അണ്ടർഗ്രൗണ്ടാണ്. നമ്മൾ കണ്ട ജോൺ പോൾ മാർപ്പാപ്പയുടെ സ്റ്റാച്യുവിന് തൊട്ടടുത്ത ആയിട്ടാണ് അതുള്ളത്. അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് കുമ്പസാരിക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ ആരാധനാ ചാപ്പല്, അങ്ങനെ എല്ലാമാണ് നമ്മൾ ഇവിടെ കാണുക. പരിശുദ്ധ അമ്മ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുന്ന 1917 മെയ് 13 ആദ്യം. അതിനുശേഷം പിന്നീട് 6 പ്രാവശ്യവും. ഈ ദർശനങ്ങളിലൊക്കെ മുഖ്യമായിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുവാനും ലോക സമാധാനത്തിനും യുദ്ധം അവസാനിപ്പിക്കാനും വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനുമായിരുന്നു. അതുപോലെ തന്നെ അവരുടെ സഹനങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും അമ്മ ആവശ്യപ്പെട്ടു. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ വിശുദ്ധമായ സ്ഥലത്ത് കാലുകുത്തിയൊന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അതിനൊക്കെ അപ്പുറത്ത് പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ ശക്തി അനുഭവിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു ഇത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട നിയോഗങ്ങളായിരുന്നു എൻ്റെ മനസ്സിലുള്ളത്. ആ 2 നിയോഗങ്ങൾക്കും ഇവിടെ നിന്ന് തിരിക്കുമ്പോൾ ആ 2 നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ അനുഗ്രഹിച്ചു എന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്കും നമ്മുടെ പ്രാർത്ഥനകൾ, നിയോഗങ്ങളൊക്കെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഈശോയുടെ വലിയ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഫ്രാൻസിസിൻ്റെയും വിശുദ്ധ ജെഫിന്തയുടെയും മാധ്യസ്ഥം നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.